കൊല്ലം സുധിയുടെ മകൻ രാഹുൽ ദാസിനെതിരെ രേണു സുധി. കൊല്ലം സുധിയുടെ ഇളയ മകൻ ഋതുലിൻ്റെ പിറന്നാളിന് രാഹുൽ പങ്കുവച്ച പോസ്റ്റിനെ വിമർശിച്ചാണ് രേണു രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിന്റെ അടുത്ത് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല താനെന്നും ഒരിക്കൽ നിനക്കെല്ലാം മനസ്സിലാകുമെന്നും പറഞ്ഞാണ് ഋതുലിന് രാഹുൽ പിറന്നാൾ ആശംസകൾ നേർന്നത്. ഋതപ്പന് 7 വയസ്സേ ആയിട്ടുള്ളൂ. അവന് മലയാളം പോലും ശരിക്ക് വായിക്കാൻ അറിയില്ലെന്നും രേണു പറഞ്ഞു. വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്നും തന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കാനായുള്ള പോസ്റ്റാണിതെന്നും രേണു പറഞ്ഞു. അവൻ്റെ ചേട്ടൻ പിറന്നാൾ ആശംസിച്ച് ഇത് ഇംഗ്ലീഷിലാണ് പോസ്റ്റിട്ടത്. നിന്റെ അടുത്തേക്ക് വരാൻ പറ്റുന്ന സാഹചര്യമല്ലെന്ന് എഴുതിക്കണ്ടു. എന്ത് സാഹചര്യമല്ലെന്നാണ് ഋതപ്പൻ്റെ ചേട്ടനായ എൻ്റെ വളർത്തുമകനായ ആൾ പറയുന്നത്. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. ഇത് സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെയും ഇളയ മകൻ്റെയും സ്വന്തം വീടാണ്. ഇവിടെ ആരും രാഹുൽ ദാസിനെ വിലക്കിയിട്ടില്ല. ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി രാഹുൽ ഇട്ടതാണ്. അല്ലാതെ എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തതല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ അത് വലിയ വിവാദമാക്കും. ഞാൻ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തുവെന്നാക്കും. പക്ഷേ ഇത് രാഹുൽ എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്നതിൻ്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തതല്ലേ. കേട്ടോ, ഋതപ്പന് രാഹുലിൻ്റെ പോസ്റ്റ് മനസ്സിലായിട്ടില്ല. നിനക്ക് ഇവിടെ വന്ന് ഋതപ്പനെ കാണാലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനും നീയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചുവെങ്കിലും ഞാൻ ഋതപ്പനോട് പറഞ്ഞിട്ടില്ല രാഹുൽ നിന്റെ ചേട്ടനല്ലെന്ന്. ആ ഒന്നും അറിയാത്ത കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. നിനക്ക് ഫോണുള്ളതല്ലേ, വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനൊരു പിറന്നാൾ ആശംസ പറയാമായിരുന്നല്ലോ. സുധിച്ചേട്ടൻ്റെ വീട്ടുകാർ വിളിച്ച് ഋതുലിനും ആശംസകൾ പറഞ്ഞു. അവർ ആ സ്നേഹം കാണിച്ചു. അതുപോലെ നിനക്കും നിന്റെ അനിയനെ വിളിക്കാമായിരുന്നില്ലേ. അന്ന് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പോലും അത്രത്തോളം സൈബർ ബുള്ളിങ് ഞാൻ അനുഭവിച്ചിട്ടും ഒന്ന് മാറി നിൽക്കാനും പോലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വീടും സ്ഥലവും എഴുതി തന്നിരിക്കുന്നത് ഋതുലിനും രാഹുലിനും വേണ്ടിയാണ്. ഈ പോസ്റ്റ് എൻ്റെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുക്കാൻ വേണ്ടി ചെയ്തത്. എനിക്ക് അത് വിഷയമല്ല. ഞാൻ സത്യങ്ങൾ പറയുമ്പോഴാണ് വ്ളോഗേഴ്സ് എന്നെ എടുത്തിട്ട് അലക്കുന്നത്. കിടക്കയിലായിട്ടും സ്വർണം പണയം വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിച്ചു. അവനെ എനിക്ക് സങ്കടപ്പെടുത്താനാവില്ല. ഋതുലിനോട് സ്നേഹമുണ്ടെങ്കിൽ നീ വന്ന് അവനെ കാണണമായിരുന്നു. ഇന്നും നീ വന്നാൽ സന്തോഷത്തോടെ നിന്നെ സ്വീകരിക്കും, കുഞ്ഞിനെ കാണിക്കും. ആരും നിന്നോട് മുഖം കറുപ്പിച്ച് സംസാരിക്കാൻ നിൽക്കുകയില്ല എന്നും രേണു സുധി പറഞ്ഞു.